ലഡു, കേക്ക്, BJP അരമന. എല്ലാ ചാനലുകളിലും വരുന്ന വാക്കുകളാണ്. നിങ്ങൾ കേക്കുമായി വരരുത്, നിങ്ങൾ കോഫി കുടിക്കാൻ വരരുത്, ഇവിടെ കേക്ക് തരൂ, ഡൽഹിയിൽ തല്ലൂ. ഡൽഹിയാണ് പറയുന്നത്, ഛത്തീസ്ഗഡിൽ തല്ലൂ എന്നല്ല പറയുന്നത്. ഛത്തീസ്ഗഡിലാണ് ഈ സംഭവമൊക്കെ ഉണ്ടായത്. പക്ഷെ പറയണത് ഡൽഹിയിൽ തല്ലുകൂടാം, ഇവിടെ നിങ്ങൾ കേക്ക് തരൂ. സുരേഷ് ഗോപി ജയിപ്പിച്ചത് ഞങ്ങളാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് കേസിൽ നിന്ന് ഞങ്ങളെ ഊരിത്തരണം. പിന്നെ ഇതിന് പൊടിപ്പും തൊങ്ങലും തേങ്ങയിടാനും, പുട്ടിന് തേങ്ങ ഇടുമ്പോൾ തേങ്ങ ഇടാനുമായിട്ട് നമ്മുടെ മാധ്യമ പ്രവർത്തകരുമുണ്ട്. ഓരോ സെക്കൻഡ് ടു സെക്കൻഡാണ് ഈ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതെന്ത് മാധ്യമപ്രവർത്തനമാണ്? ഒരാളെ കോടതിയിൽ അറസ്റ്റ് ചെയ്തു, ഒരു കേസിൽ അറസ്റ്റ് ചെയ്ത സംസ്ഥാനം ഏതാണ്? ഛത്തീസ്ഗഡാണ്. അവിടെ എന്തെല്ലാം നിയമങ്ങളുണ്ട്, ഇന്ന നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അവിടെ ചെയ്യാൻ പറ്റും. ജീവിതത്തിൽ ആദ്യമായിട്ട് 2 കന്യാസ്ത്രീകൾക്ക് അബദ്ധം പറ്റി അവിടെ പോയി ആദിവാസി കുട്ടികളെ കൊണ്ടുവന്ന്, അബദ്ധം പറ്റിപ്പോയതാണ്, കൊണ്ടുവന്ന് അവർ ട്രാപ്പിൽ പെട്ടുപോയെങ്കിൽ ഓക്കെ. ഇത് നിരന്തരം നടക്കുകയല്ലേ? കേരളത്തിലല്ലേ 140 ആദിവാസി കുട്ടികളെ, ഛത്തീസ്ഗഡിലെ 140 ആദിവാസികളെ കൂട്ടിക്കൊണ്ടുവന്ന് അവരുടെ ട്രെയിനിൽ വെച്ച് TTക്ക് പോയ ഒരു ചെറിയ സംശയം കൊണ്ട് മാത്രം ആ 140 കുട്ടികളും രക്ഷപ്പെട്ടതല്ലേ? 18 കുട്ടികളെ കൊണ്ടുവന്ന്, പ്രായപൂർത്തിയാകാത്ത 18 കുട്ടികളെ കൊണ്ടുവന്ന് 11 പേർക്കും പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് കള്ള ആധാർ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന് ഇവിടുത്തെ റെയിൽവേ പോലീസ് പിടിച്ചില്ലേ? 3 കന്യാസ്ത്രീകളെ തൃശ്ശൂരിലെ സെഷൻസ് കോടതി വിട്ടത് കഴിഞ്ഞ ദിവസമല്ലേ? 2021-ലും 2022-ലും 5 അച്ഛന്മാരെ വീതമല്ലയോ ഇതേ ഛത്തീസ്ഗഡിൽ പിടിച്ചത്? നിങ്ങൾ ഗൂഗിളൊന്ന് അടിച്ച് നോക്കൂ. BJPയുടെ ഭരണവും ലഡു വിതരണം അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ രാഷ്ട്രീയവും മറ്റു കാര്യങ്ങളും. നിങ്ങൾ ഗൂഗിളൊന്ന് അടിച്ച് നോക്കൂ. ഈ സ്വതന്ത്ര ഭാരതത്തിൽ, സ്വതന്ത്ര ഇന്ത്യയിൽ, കേരളത്തിൽ, ഈ രാജ്യത്ത് എന്തുമാത്രം മതപരിവർത്തന കേസുകളാണ് വന്നിട്ടുള്ളത്, മനുഷ്യക്കടത്ത് കേസുകളാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് കർശനമായ നിയമം ഈ രാജ്യത്ത് കോൺഗ്രസ് ഗവൺമെൻറ്റും BJP ഗവൺമെൻറ്റും കൊണ്ടുവന്നത്. കോൺഗ്രസ് ഗവൺമെൻറ്റാണ് ആദ്യം കൊണ്ടുവന്നത്. 1968-ലെ ഛത്തീസ്ഗഡിൽ കൺവേർഷൻ ആക്ട് കൊണ്ടുവന്നത് ആരാണ്? കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റാണ്. നാരായൺ സിംഗ് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാണ്. ബഗേൽ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയാണ് ഏറ്റവും കൂടുതൽ ആളുകളെ അവിടെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് 2021-22 കാലത്തിൽ. ഇത് കൊണ്ടുവരണ്ടേ നിയമം? മതപരിവർത്തനം എന്തേ മുസ്ലിങ്ങൾ നടക്കുന്നില്ല? മുസ്ലിങ്ങളിൽ പാവപ്പെട്ടവരുണ്ടല്ലോ, സിഖുകാരിൽ പാവപ്പെട്ടവരുണ്ടല്ലോ, ബുദ്ധിസ്റ്റുകളിൽ പാവപ്പെട്ടവരുണ്ടല്ലോ, ഹിന്ദുവിൻ്റെ പാവപ്പെട്ടവരെ തന്നെ നോക്കുന്ന എന്താണ്? കേരളത്തിലെ കോളനികളിൽ ആയിരക്കണക്കിന് പാവപ്പെട്ടവരുണ്ടല്ലോ. എന്തേ ഛത്തീസ്ഗഡിൽ പോയി നന്നാക്കാൻ പോകുന്നത്? തമിഴ്നാട്ടിലുണ്ടല്ലോ പാവപ്പെട്ടവർ, ഹിന്ദുക്കളിൽ തന്നെ. കേരളത്തിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, കർണാടകത്തിലുണ്ട്, ആന്ധ്രയിലുണ്ട്. എത്ര 10-20 സ്റ്റേറ്റുകൾ കഴിഞ്ഞ് ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റുകളുടെ ഏരിയയിൽ, ആദിവാസികളുടെ ഏരിയയിൽ, നക്സലൈറ്റുകൾക്കും മാവോയിസ്റ്റുകൾക്കും വലിയ സ്വാധീനമുള്ള മേഖലയിൽ പോയി തന്നെ കുട്ടികളെ കൊണ്ടുവന്ന് പരിഷ്കരിക്കണം. വളരെ ഗൗരവമായ ചോദ്യങ്ങളാണ് ഇതൊക്കെ. ചോദിക്കുമ്പോൾ ഇതിനകത്ത് ജാതിയും മതവും BJPയും കോൺഗ്രസും ഒന്നുമില്ല, കമ്മ്യൂണിസ്റ്റൊന്നുമില്ല. ഇത് വളരെ കൃത്യമായ ചോദ്യമാണ്. നിർബന്ധിത മതപരിവർത്തനം നിരോധിച്ചിരിക്കുന്ന ഒരു രാജ്യം, കൃത്യമായ രേഖകളില്ലാതെ കുട്ടികളെ കൊണ്ടുപോയാൽ മനുഷ്യക്കടത്തിന് അകത്താകുന്ന രാജ്യം. ഇതറിയില്ലേ കന്യാസ്ത്രീകൾക്കും അച്ഛന്മാർക്കും ഒക്കെ? അറിയില്ലെങ്കിൽ സോറി, നിങ്ങളിത് പഠിപ്പിക്കണം അവരെ. നിങ്ങളുടെ ക്ലാസ്സുകളിൽ, സെമിനാറുകളിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുമല്ലോ, നിങ്ങളിതുകൂടി പഠിപ്പിക്കണം ക്ലാസ്സുകളിൽ. ഇങ്ങനത്തെ ഇന്ത്യൻ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് 144, 145 വകുപ്പുകളൊക്കെ അനുസരിച്ച് ഇങ്ങനെ കൊണ്ടുപോയാൽ വലിയ കേസാണ്. ട്രാഫിക്കിംഗ്, കടത്ത് വലിയ കേസാണ്. 10 വർഷമകത്ത് കിടക്കും. ഛത്തീസ്ഗഡിലെ നിയമം അനുസരിച്ച് ഇങ്ങനെ അവിടെ നിന്ന് ആളുകളെ കൊണ്ടുപോകണമെങ്കിൽ നിയമമുണ്ട്. ഇത് പഠിപ്പിക്കണം. ഇത് പഠിപ്പിച്ചിട്ട് അങ്ങോട്ട് പോകരുത്. നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അവിടുത്തെ ഗവൺമെൻറ്റുമായി ചേർന്നുവോ? ഇനി മാവോയിസ്റ്റുകളാണെങ്കിൽ മാവോയിസ്റ്റുകളുമായി ചേർന്നോ? ഞാൻ കുറച്ച് കടത്തിൽ തന്നെ പറയുന്നു, മാവോയിസ്റ്റുകളായി ചേർന്നോ, അവിടുത്തെ ഗവൺമെൻറ്റുകളായി ചേർന്നോ? നിങ്ങൾ അവിടെ പോയി മിഷണറി പ്രവർത്തനം നടത്തൂ. പക്ഷേ മതപരിവർത്തനം നടത്താൻ ഒക്കില്ലെന്നേ ഉള്ളൂ. നിങ്ങളവിടെ ഹോസ്പിറ്റലോ കോളേജോ സ്കൂളോ അല്ലെങ്കിൽ അംഗനവാടിയോ എന്തോ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ മതപരിവർത്തനം നടത്താൻ പോകുമ്പോൾ ആദ്യം എതിർക്കുന്നത് അവിടുത്തെ ഗവൺമെൻറ് അല്ലെന്നേ. BJP ഗവൺമെൻറ്റോ അവിടുത്തെ കോൺഗ്രസ് ഗവൺമെൻറ്റോ അല്ല, അവിടുത്തെ ട്രൈബൽ നേതാക്കളാണ്. അവർ അജിറ്റേറ്റഡാണ്, അവർ കേസിലാണ്, അവർ സമരത്തിലാണ്. അവരുടെ അജിറ്റേഷൻ കാണണ്ടേ? 4000 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ കിടക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ അജിറ്റേഷൻ കാണണ്ടേ? അതുകൊണ്ടാണ് നിയമങ്ങൾ വന്നിരിക്കുന്നത്. അതിന് സോറി, നമ്മുടെ മാധ്യമപ്രവർത്തകർ നിങ്ങൾക്ക് വൈകാരികമാക്കാം. ഇപ്പോൾ ക്രിസ്ത്യാനികളും BJPയുമായിട്ടൊന്ന് അടുത്ത് 4 വോട്ട് BJP കിട്ടുകയാണെങ്കിൽ അതില്ലാതാക്കാം. എന്തൊരു ആവേശമാണ്! അച്ഛന്മാരെ അറസ്റ്റ് ചെയ്തപ്പോൾ ഒരു MP അങ്ങോട്ട് പോയില്ലല്ലോ. UDF MPമാർ പ്രത്യേകിച്ച്, LDF MPമാർ പ്രത്യേകിച്ച് അവിടെ ചെന്ന് ബഹളം ഉണ്ടാക്കില്ലല്ലോ. കേരളത്തിലെ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോൾ പിണറായി വിജയൻ രാജിവെക്കണമെന്ന് ആരും പറഞ്ഞില്ലല്ലോ. എന്താണ് നടക്കുന്നത് ഈ രാജ്യത്ത്?
അതുപോലെ സംഘപരിവാർ എന്ന് പറയുമ്പോൾ ഒരു 100-150 സംഘടനകളുണ്ട്. തീവ്രമായി പറയുന്ന സംഘടനകളുണ്ട്, മിതമായി പറയുന്ന സംഘടനകളുണ്ട്, രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട്, BJP പോലുള്ളതുണ്ട്, RSS പോലെ സേവന സംഘടനയുണ്ട്, സേവാഭാരതിയെ പോലെ കാരുണ്യ പ്രവർത്തന സംഘടനയുണ്ട്, ബജറംഗ് ദളിനെ പോലുള്ള സംഘടനയുണ്ട്, വിശ്വ ഹിന്ദു പരിഷത്തുണ്ട്, ഹിന്ദു ഐക്യവേദിയുണ്ട്. ഒരു 100,000 സംഘടനയുണ്ട് ഹിന്ദുക്കൾക്ക് വേണ്ടി. അതിലാരെന്ത് ചെയ്താലും BJP രാജിവെക്കണം കേരളത്തിലെ, അല്ലെങ്കിൽ മോഡി രാജിവെക്കണം, അമിത്ഷാ രാജിവെക്കണം. എന്തു രാജ്യമാണ്? നിങ്ങൾ മെരിറ്റിൽ നോക്കൂ കാര്യങ്ങളുടെ മെരിറ്റിൽ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് വോട്ട് രാഷ്ട്രീയം മാറ്റിവെക്കാം, മെരിറ്റിലേക്ക് വരാം. മാധ്യമപ്രവർത്തകരെ, ഓൺലൈൻ മീഡിയക്കാരെ നമുക്ക് മെരിറ്റിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യാം.